സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചുവെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 250 മെഗാവാട്ട് വൈദ്യുതി നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതിനാൽ ഇന്നു മുതൽ നിയന്ത്രണമുണ്ടാകില്ല. പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഓവർലോഡ് വരുമ്പോൾ ഡ്രിപ്പ് സംഭവിക്കുന്നതാണ് എന്നും മന്ത്രി വിശദീകരിക്കുന്നു. അതേസമയം അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ KCB ഓഫീസുകളിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ജനരോഷം ശക്തമായതിനാൽ സുരക്ഷ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആലുവയിൽ KCB ജീവനക്കാർ പോലീസ് സുരക്ഷ തേടി. നിങ്ങൾക്കൊക്കെ അറിയാം, കാലാവസ്ഥയാണ്. ഒന്ന്, ഉഷ്ണതരംഗം കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ചിട്ട് എത്രയാണ് കൂടുതൽ. ഗൾഫിൻ്റെ ഫലമുണ്ടായത് വീട്ടുകളിലൊക്കെ പാചകവാതകം വൈദ്യുതിയിലായി. വൈദ്യുതി വാഹനം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതും വൈകുന്നേരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ, അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ഡ്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പില്ല. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഈ പീക്ക് ഡൗൺ മാനേജ്മെന്റ് എന്ന പേരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്നലെ പ്രഖ്യാപിച്ച അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഇനി ഉണ്ടാകില്ല എന്നാണോ മന്ത്രി പറയുന്നത്? അതെ മാധു, മന്ത്രി പറയുന്നത് അത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആവർത്തിച്ച് പറയുന്നത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല, ഇത്തരമൊരു നിയന്ത്രണവുമില്ല. ഇപ്പോഴും ലോഡ് കൂടുമ്പോൾ ഡ്രിപ്പാകുന്ന സാഹചര്യം മാത്രമാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ KCB ഇപ്പോഴും ഈ അരമണിക്കൂറും 15 മിനിറ്റും ഒക്കെ നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ടും വൈദ്യുതി ലഭിച്ചതുകൊണ്ടും ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മഴ ലഭിച്ചതും ഇതെല്ലാം കൂടി വന്നപ്പോൾ പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് KCB വിലയിരുത്തുന്നത്. ഇന്നലെ തന്നെ 250 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വൈദ്യുതി നിയന്ത്രണം ചില മേഖലകളിലും ഉണ്ടായിരുന്നു. മഴ ലഭിച്ചതോടുകൂടി ഏറെക്കുറെ ആശ്വാസമായി. ഇതാണ് നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഇടയായ സാഹചര്യം എന്നുള്ളതാണ് KCB പറയുന്നത്. അങ്ങനെയെങ്കിൽ മഴ 2 ദിവസം കൂടി തുടരുന്നൊരു പശ്ചാത്തലത്തിൽ, അലർട്ടുകൾ അടക്കമുള്ളൊരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് ഈ അരമണിക്കൂർ നിയന്ത്രണം എന്നുള്ളത് കുറക്കാൻ കഴിയുമെന്നുള്ളതാണ് KCB പറയുന്നത്. പക്ഷേ ഇന്ന് മന്ത്രിയോട് സംസാരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ വൈദ്യുതി കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ്, ഈ നിയന്ത്രണം തന്നെ പാടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതേതായാലും ഇന്ന് രാത്രിയോടുകൂടി അറിയാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ നിയന്ത്രണം വന്നതുകൊണ്ട് വലിയ പ്രതിഷേധം, 12 മണിക്ക് ശേഷവും നിയന്ത്രണം വരുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധമെല്ലാം പല ഭാഗങ്ങളിലും കണ്ടതാണ്. മന്ത്രി ഇന്ന് നിയന്ത്രണം ഉണ്ടാകില്ല, ഇനി അങ്ങോട്ട് നിയന്ത്രണത്തിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ലോഡ് കൂടി ഈ ഡ്രിപ്പ് ആകുമെന്നുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് മന്ത്രി പറയുന്നുണ്ട്. അതിനെ തന്നെ ആയിരിക്കാം KCB നിയന്ത്രണമായി അരമണിക്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണം തുടരുമെന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നിയന്ത്രണം തുടർന്നാലും ആളുകൾ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പിന്തുടർന്നാലും മാത്രം ഈ പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് KCB കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലെ മഴ കൂടി കണക്കിലെടുത്ത് പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മാധു. സുനിഷ അയ്യല്ലൂർ വിവരങ്ങൾ നൽകിയത്.